എല്ലാവർക്കും നമസ്കാരം. വെരി വെരി ഗുഡ് മോർണിംഗ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസം, എസ്പെഷ്യലി മൺഡേ. നമ്മൾ ലീഡേഴ്സ് എല്ലാവരും വളരെ കെയർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. ആർസിഎമ്മിനെ മനസ്സിലാക്കാനും ആർസിഎമ്മിലൂടെ വിജയിക്കാനും വരുന്ന ലീഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രേറ്റ് ഗുരുക്കന്മാര് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് സ്റ്റാർ ആൻഡ് അബവ് പ്രോഗ്രാം. ഏതൊരു വ്യക്തിക്കും ഈ ഒരു സ്റ്റാർ ആൻഡ് അബവ് പ്രോഗ്രാമിലേക്ക് എത്താനായിട്ട് വളരെ ആകാംക്ഷയോടുകൂടി നമ്മൾ എല്ലാവരെയും ആകാംക്ഷയോടുകൂടി ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കാനായിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. ഞാനും ഇതിക്ക് മുമ്പ് സ്റ്റാർ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്താനായിട്ട് വളരെ ഒരു ആകാംക്ഷയായിരുന്നു. അപ്പോ എന്നെ സാർ പരിചയപ്പെടുത്തി എനിക്ക് ഒരിക്കൽ കൂടി പുതിയ അച്ചീവേഴ്സും പുതിയ സ്റ്റാർ അച്ചീവേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുന്നത് എൻ്റെ പേര് ജിനേഷ്, പറവൂർ സ്വദേശിയാണ്. ആർസിഎമ്മിലൊരു ടെക്നിക്കൽ അച്ചീവർ ആണ്. വളരെ സന്തോഷമായിട്ടുള്ള ഒരു ദിനം. നമുക്ക് ഇന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാം, ഒത്തിരി നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാം. അതിലുപരി നമ്മൾ ഓരോ വ്യക്തികളും നല്ല രീതിയിൽ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്താലാണ് നമ്മളുടെ ശരിക്കുള്ള നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അച്ചീവ്മെന്റ്സിലേക്കും സക്സസിലേക്കും എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു സക്സസിലേക്ക് എത്താനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു രണ്ട് കാര്യങ്ങളാണെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ ആദ്യം പറയുകയല്ല ചെയ്തത്. ഞാൻ ഒരുപാട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തു. ഏറ്റവും ആദ്യമായിട്ട് ഒരുപാട് ദൂരത്ത് ചെന്നിട്ടാണ് ഞാൻ ഗിരീഷ് സാറിന്റെ ഈ ഒരു പ്രോഗ്രാം ത്രിദിന കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്. വളരെ അന്ന് ഞാൻ ഒരു പ്രാധാന്യം കൊടുത്തില്ല. ആ പ്രോഗ്രാമിൽ എത്തുന്നത് വരെ ഞാൻ ഒരു പ്രാധാന്യം കൊടുത്തില്ല. സാർ എന്നെ വിളിച്ചു, ഞാൻ സാറിനെ വിളിച്ചു. കൊമ്പിടി ഞാമക്കലാണ് ഞാൻ ഈ ഒരു ത്രിദിന കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ അന്ന് ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ക്ലാസ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഗിരീഷ് സാറിന്റെ ഒരുപാട് ത്രിദിന കോഴ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഡെവലപ്മെന്റ്സ് എന്നിലൂടെ മാറ്റാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പൊ ഞാൻ ചിന്തിച്ച ഇത്രയും കാര്യമുള്ളൂ. ഗിരീഷ് സാറിന്റെ എല്ലാ ത്രിദിന കോഴ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. ഓരോ ക്ലാസ്സുകൾ പോയി വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് എഴുതിയെടുക്കുന്നു, മനസ്സിലാക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് എനിക്കിത് സ്വന്തമായിട്ടൊരു ത്രിദിന കോഴ്സ് ചെയ്തുകൂടാ? അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോ ഏകദേശം ഒരു 5ഓളം ത്രിദിന കോഴ്സുകൾ അറ്റൻഡ് ചെയ്തതല്ല, കോർഡിനേറ്റ് ചെയ്തു, ഞാൻ തന്നെ കൊടുത്തു. അതിൽ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ എൻ്റെ ടീമിന് വേണ്ടിയിട്ട് ഞാനൊരു ത്രിദിന കോഴ്സ് കൊടുത്തു. വളരെ എഫക്റ്റീവ് ആയിരുന്നു. ഒരു 15ഓളം മെമ്പേഴ്സ് ആ ഒരു ത്രിദിന കോഴ്സിലുണ്ടായി. അവരെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് ഇനിയും അടുത്ത സ്ഥലത്ത് പുതിയ പുതിയ ത്രിദിന കോഴ്സുകൾ വേണം, അത് തരാൻ തയ്യാറാണെന്ന് ചോദിച്ചിട്ട് ഡേറ്റുകൾ വരെ ഒരു 3 ത്രിദിന കോഴ്സിന്റെ ഡേറ്റ് വരെ ഓൾറെഡി എനിക്ക് എൻ്റെ അടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോ ഇന്ന് നമ്മൾക്ക് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ത്രിദിന കോഴ്സ്, അതിലുപരി ഈവനിങ് ട്രെയിനിങ്, ഇമ്പോർട്ടൻസ് ഓഫ് ഈവനിങ് ട്രെയിനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ത്രിദിന കോഴ്സ്, അല്ലെങ്കിൽ 3 ദിവസം നമ്മൾ കൊടുക്കുന്ന അതിന്റെ ഒരു പ്രാധാന്യം ഞാൻ ഈ ഒരു ഇതിലേക്ക് സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് തോന്നി. അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു കാര്യം നമ്മൾ സ്റ്റാർ ആൻഡ് അബവ് അച്ചീവേഴ്സിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ ഒരു സ്റ്റാർ ആൻഡ് അബവ് അച്ചീവേഴ്സിന് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ത്രിദിന കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുന്ന തീർച്ചയാണ്. കാരണം നമ്മൾ ഇന്ന് സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ടീമിന്റെ സക്സസിലേക്ക് വരുന്നത്. അപ്പോൾ ഞാനൊരു സ്ക്രീൻ ഷെയറിങ്ങിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ജയ് ആർസിഎം, ഗ്രേറ്റ് ആർസിഎം. ഇമ്പോർട്ടൻസ് ഓഫ് ഈവനിങ് ട്രെയിനിങ് ആൻഡ് 3 days ഈവനിങ് കോഴ്സസ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ആർസിഎമ്മിൽ വിജയിക്കാനും ആർസിഎമ്മിൽ സക്സസ് ആവാനും നമ്മുടെ ടീമിനെ സക്സസ് ആവാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനിങ് കോഴ്സാണ് ഈവനിങ് ട്രെയിനിങ് കോഴ്സ് ആൻഡ് ഈവനിങ് 3 days ഈവനിങ് കോഴ്സ്. നമുക്ക് നോക്കാം എന്താണ് അതിന്റെ പ്രാധാന്യം. നമ്മൾ ആ ഒരു ട്രെയിനിങ് കോഴ്സിലേക്ക് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എങ്ങനെ അത് മനോഹരമാക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ കുറച്ച് പോയിന്റ്സുകളിലൂടെ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് 3 days ഈവനിങ് ക്ലാസ്,
അതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് ആണ് വി ക്യാൻ യൂസ് പ്രൈം ടൈം. ഒരു ഈവനിങ് ട്രെയിനിങ് കോഴ്സും അല്ലെങ്കിൽ 3 days ഈവനിങ് കോഴ്സും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വെക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം ടൈം ഉണ്ട്. ആ ടൈമാണ് 6 മണി തുടങ്ങി 9:30 വരെ അല്ലെ. ഈ 6 മണി മുതൽ 9 മണി ടൈം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യം നിറഞ്ഞൊരു ടൈമാണ്. കാരണം ഇന്ന് ആവശ്യമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും അവരുടേതായിട്ടുള്ള ജോലികൾ കഴിഞ്ഞ് റെസ്റ്റിംഗ് ടൈമാണ്. വീട്ടിൽ വന്ന് ഒരു നൈസായിട്ട് ചായയൊക്കെ കുടിച്ചു റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു പ്രൈം ടൈം എന്ന് പറഞ്ഞാൽ 6 മണി തുടങ്ങി 9:30 വരെ. ഈ 6 മണി തുടങ്ങി 9:30 വരെ അവര് എന്താ പറയാ റെസ്റ്റ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എവിടെയാണ് ചെല്ലുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ടിവിയുടെ മുന്നിലേക്കാണ്. ടിവിയുടെ മുന്നിലേക്ക് ചെന്ന് ആ ഒരു റെസ്റ്റിംഗ് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അവിടെ കാണുന്നത് സീരിയൽ ആയിരിക്കും അല്ലെ. സീരിയൽ കാണും. ഈ സീരിയൽ കാണുമ്പോൾ അതിനിടയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്താണ്? അഡ്വർടൈസ്മെന്റ്സ് ആണ്, പരസ്യങ്ങളാണ്. പരസ്യങ്ങൾ കണ്ട് വളരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിറ്റേ ദിവസം മാർക്കറ്റിൽ പോയിട്ട് ഉൽപ്പന്നങ്ങൾ മേടിച്ച് ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടൈമിന് വേണ്ടി നമ്മൾക്ക് അവർക്ക് വേണ്ടി ഈ ഒരു ടൈം അവർക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാല് വളരെ ഉപകാരം ചെയ്യും അല്ലെങ്കിൽ ഉപയോഗപ്രദമാകും. കാരണം ഇതൊരു പ്രൈം ടൈമാണ്. ഈ ടൈമിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്ത് അവർക്കൊരു 3 days കോഴ്സ് അല്ലെങ്കിൽ ഈവനിങ് ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിലേക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു 3 days ഈവനിങ് കോഴ്സ് കൊടുക്കുമ്പോൾ 6 മണി തുടങ്ങി 9:30 ടൈം വരെ ഫിക്സ് ചെയ്യുക. ഈ ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ അതൊരു ടൈമിൽ തന്നെ ഇത് ചെയ്യാം. അടുത്ത ഒരു പോയിന്റ് ആണ് ഈസ് ബെറ്റർ ദാൻ ഇഫ് യു ഗിവ് എ ഏരിയ വൈസ് പ്രോഗ്രാം. നമുക്ക് സാധാരണ ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് ഒരു എന്താ പറയാ ഒരു ഈവനിങ് ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് പറവൂരാണ്. അപ്പൊ ആ പറവൂര് ഏകദേശം ഒരു 4 മെമ്പേഴ്സ് കൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഈവനിങ് ട്രെയിനിങ് കോഴ്സ് ഏത് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു 2 പേരുണ്ടെങ്കിൽ പോലും നമുക്ക് ഈവനിങ് ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഏരിയ ബേസിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്തു. പറവൂര് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കൂടുതൽ ഏരിയയിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. അപ്പോൾ ഓരോ ഏരിയയിലും ഞാൻ ഓരോ ഏരിയ ബേസ് ഞാൻ അത് കറക്റ്റ് ചെയ്തു. അങ്ങനെ ഓരോ ഏരിയയിലേക്ക് ഞാനത് കൊടുക്കാൻ ശ്രമിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അത് തന്നെയല്ല നമ്മൾ അങ്ങോട്ട് ചെന്ന് അവിടുത്തെ ലീഡേഴ്സിന് ആ ഏരിയയിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏരിയ വൈസ് തിരിച്ച് ഈ ഒരു പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം കൂടുതൽ ആളുകളെ നമുക്ക് ഇതിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതല്ല, അതിനകത്ത് വരുന്ന ആളുകൾ എത്രത്തോളമാണോ അവരെ നമ്മൾ ക്രീം ആയിട്ടുള്ള ലീഡേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പൊ ഏരിയ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിന് കോഴ്സ് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു പോയിന്റ് ആണ് ദർ വിൽ ബി ഗുഡ് ബോണ്ട് ആസ് എ ടീം. അതായത് നമ്മൾക്ക് സാധാരണ രീതിയിൽ നമ്മൾക്ക് നമ്മുടെ ടീമിനെ തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം തിരിച്ചറിയാൻ സാധിക്കുമെങ്കിലും അവരെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല, അവരായിട്ട് കൂടുതൽ റിലേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ ഒരു 3 ദിവസത്തെ ഒരു 3 ദിവസത്തെ ക്ലാസ്സിലേക്ക് നമ്മളുടെ ലീഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് വരുമ്പോൾ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അവർക്ക് എന്തൊക്കെ സ്കിൽസുകൾ ഉണ്ട്, അവരിലൊക്കെ എന്തൊക്കെ കഴിവുകളുണ്ട്, അതൊക്കെ മനസ്സിലാക്കി അവർക്ക് കൊടുക്കാനായിട്ട് നമുക്കൊരു നല്ലൊരു ടീമിനെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു എന്താ പറയാ ടീമിനെ പ്രത്യേകിച്ച് തിരിച്ചറിയാൻ സാധിക്കും. അടുത്തതാണ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ടീം മെമ്പേഴ്സ് അക്യുറേറ്റ്ലി. ഇത് തന്നെ, അതായത് നമ്മളുടെ ടീമിൽ ഒരു നല്ലൊരു റിലേഷൻ വരുത്തുമ്പോൾ നമ്മുടെ ടീമിലുള്ള എല്ലാ ആളുകളെയും കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് എന്തൊക്കെയാണോ പല പല കാറ്റഗറിയിലുള്ള ആളുകൾ പുതിയ മെമ്പേഴ്സ് വരും. ഈ പുതിയ മെമ്പേഴ്സിന് ചിലപ്പോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരും, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വരും, നല്ല ഹയർ ലെവലിലുള്ള ജോലിയുള്ള ആളുകൾ, പല കാറ്റഗറിയിലുള്ള ആളുകൾ വരും. അവര് നേരിട്ട് കണ്ട് അവരിലൂടെ എന്തൊക്കെ ചില വ്യക്തികൾ സെയിൽസ് ചെയ്യാനായിട്ടുള്ള ആളുകളായിരിക്കും വരുന്നത്, ചില ആളുകൾ ചിലപ്പോൾ ടീം വർക്ക് വേണ്ടിയിട്ടുള്ള ആളുകളായിരിക്കും, ചില ആളുകൾ ഒരു നല്ലൊരു പവർഫുൾ സംസാരിക്കാനായിട്ടുള്ള സ്റ്റേജ് സംസാരിക്കാനുള്ള പല കാറ്റഗറിയിലുള്ള ആളുകളെയും നമുക്ക് ഈ ഒരു 3 days കോഴ്സിൽ ഈ ഒരു ത്രിദിന കോഴ്സ് നടത്തുമ്പോൾ അവരെ ഐ കോണ്ടാക്റ്റിലൂടെ അവരുടെ കണ്ണുകളിലൂടെയും അവരുടെ ഓരോ ആറ്റിറ്റ്യൂഡിലെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് അവർ സ്കിൽസ് ഡെവലപ്പ് വെൻ വി ടീച്ച് നോട്ട് വെൻ വി ലേൺ. അതായത് നമുക്കറിയാം എന്താ പറയാ നമ്മൾ പഠിക്കുമ്പോഴല്ല സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ
പഠിക്കുവാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിച്ചത്. നമ്മൾ പഠിപ്പിക്കുവാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഓരോ ലീഡേഴ്സിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, അവരുടെ ക്ലാസ്സുകൾ മനസ്സിലാക്കി നമ്മൾ പഠിക്കും. പക്ഷേ നമ്മൾ പഠിപ്പിക്കാൻ ആയിട്ട് തുടങ്ങുമ്പോഴാണ് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു 3 days കോഴ്സിൽ ആദ്യമായിട്ട് ഞാൻ ത്രിദിന ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് എന്താ പറയാ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷെ എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ അത് എങ്ങനെ ചെയ്യണം, അത് എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള പഠിക്കാനായിട്ട് ഞാൻ സ്വയം തീരുമാനമെടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വ്യക്തികളും ത്രിദിന കോഴ്സ് ചെയ്യാൻ തയ്യാറാവുമ്പോൾ നമ്മൾ പഠിക്കാൻ ആദ്യം തയ്യാറാവും. ഓരോ എല്ലാ കാര്യങ്ങളും ആർട്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ തയ്യാറാവും. നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൂടി സഹായിക്കും. അടുത്തൊരു പോയിന്റ് ആണ്, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് പീപ്പിൾ ആൻഡ് നോ ഹു ഹാസ് എ ലീഡർഷിപ്പ് ക്വാളിറ്റി. ഈ ത്രിദിന കോഴ്സിലേക്ക് ഒരുപാട് ആളുകൾ എത്തും അല്ലെ. ചിലപ്പോ ഒരു 10, 15, 12, 20 പേര് മെമ്പേഴ്സ് ഉണ്ടാവും. ഈ വരുന്ന ആളുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവരിൽ ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ത്രിദിന കോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ വന്നു. ഈ ആളുകള് പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെയ്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ ആ സ്റ്റേജിൽ സംസാരിക്കാനുള്ള നമ്മളുടെ വെൽക്കം എങ്ങനെ പറയാന്നുള്ള ഒരു സബ്ജക്ട് എടുത്തിട്ട് അവിടെ അവരെ കാണിച്ചു കൊടുത്തു. അപ്പൊ അവിടെ മൈക്ക് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല. അവർക്കറിയില്ല, ആദ്യമായിട്ട് മൈക്ക് പിടിക്കുന്നവരാണ്, സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. പക്ഷെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് വെൽക്കം ചെയ്യാന്നുള്ള കാര്യം ഞാൻ ആദ്യം കാണിച്ചു കൊടുത്തു. ഓരോ വ്യക്തികളെയും വിളിച്ച് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോ വളരെ സിമ്പിൾ ആയിട്ട് അവര് ചെയ്തു. അവർ ആ സ്റ്റേജ് ഫിയർ മാറി. അവരിലുള്ള ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടതെന്നുള്ള ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പല ആളുകളും അവിടെ നിന്ന് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സാറേ ഈ ക്ലാസ് വളരെ എഫക്റ്റീവായി, ഈ ക്ലാസ് തന്നതിന്റെ പേരിൽ ഞങ്ങളുടെ കഴിവുകൾ ഒരുപാടുണ്ട്, അത് എങ്ങനെ തെളിയിക്കാന്നുള്ളതും എങ്ങനെ ഉപയോഗപ്പെടുത്താന്നുള്ളതും മനസ്സിലാക്കി എന്നുള്ളതാണ് എനിക്ക് ആ ഒരു ത്രിദിന കോഴ്സിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ വളരെ ഇമ്പോർട്ടൻസ് ആണ് നമ്മളുടെ ഈ ആളുകളിലേക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ ത്രിദിന കോഴ്സിൽ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ അടുത്തൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാല്, ഇറ്റ് ക്യാൻ ഇൻക്രീസസ് ദ സെൽഫ് കോൺഫിഡൻസ് ഓഫ് ന്യൂ കമേഴ്സ് ആൻഡ് റെഡ്യൂസ് സ്റ്റേജ് ഫിയർ. നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്. അതായത് പല ആളുകൾ നമ്മളുടെ ത്രിദിന കോഴ്സിലേക്ക് വരും. പുതിയ മെമ്പേഴ്സ് ഉണ്ടാവും. ID നമ്പർ എടുക്കാത്ത വ്യക്തികൾ പോലും ത്രിദിന കോഴ്സിൽ അറ്റൻഡ് ചെയ്യും. ഈ ആളുകളെ എങ്ങനെ നമ്മൾ അവർക്ക് നല്ലൊരു വ്യക്തിയാക്കി മാറ്റണം. അത് ആദ്യം നമ്മൾ ത്രിദിന കോഴ്സിലാവുമ്പോൾ 3 ദിവസത്തെ ക്ലാസ് ആണ്. ഈ 3 ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗിരീഷ് സാർ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കണം. നമ്മള് എന്താ പറയാ, പട്ടാളക്കാരുടെ ചിട്ടയോടുകൂടി തന്നെ ഈ ഒരു ക്ലാസ് നടത്താൻ തയ്യാറായിരിക്കണം. കറക്റ്റ് ടൈമിന് സ്റ്റാർട്ട് ചെയ്യണം. കറക്റ്റ് ടൈം 6 മണി എന്ന് പറഞ്ഞാൽ 6 മണി കൃത്യമായിട്ട് പറയണം. ആ കറക്റ്റ് 6 മണിക്ക് വളരെ റിലാക്സിബിൾ ആയിട്ടുള്ള പല ആളുകളും അവിടെ മോഡേൺ വലിയ രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് റിലാക്സ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നാൽ മതി എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കൃത്യ ടൈം അവരോട് പറയുക. 6 മണി എന്ന് പറഞ്ഞാൽ 6 മണി കീപ്പപ്പ് ചെയ്യുക. അങ്ങനെ ആളുകൾ വരാൻ ശ്രമിക്കും. അങ്ങനെ പുതിയ ആളുകൾ നമ്മളുടെ ആ ഒരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവർക്കുള്ള സ്റ്റേജ് ഫിയർ, നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റിലൂടെ തന്നെ സ്റ്റേജ് ഫിയർ, അവർക്കുള്ള പേടി മാറ്റാനായിട്ട് വളരെ ഉപകാരം ചെയ്യും. നമ്മളുടെ ഈ ഒരു ത്രിദിന കോഴ്സ് ആളുകളെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെന്താണ് ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് പുതിയ ആളുകളെ നമുക്ക് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവന്ന് അവരെ പുതിയ നല്ലൊരു ലീഡേഴ്സ് ആക്കി മാറ്റാൻ സാധിക്കും. അടുത്തൊരു പോയിന്റ് ആണ്, വി ക്യാൻ ടെൽ എവറിത്തിങ് അബൌട്ട് RCM. അതായത് സാധാരണ രീതിയിൽ നമ്മൾക്ക് RCMന്റെ പ്രോഗ്രാമിൽ നമ്മൾ പോകാറുണ്ട്, വലിയ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ വലിയ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ടൈമേ കിട്ടുള്ളൂ. ഒരു 1 day പ്രോഗ്രാം ആയിരിക്കുള്ളൂ. ഈ 1 day പ്രോഗ്രാമിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടെങ്കിൽ പോലും വരുന്ന വ്യക്തിക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ സാധിക്കില്ല. അവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. ചില വ്യക്തികൾ വന്നു കഴിഞ്ഞാല് ഉച്ചയോടുകൂടി ലഞ്ച് ബ്രേക്കോടുകൂടി അവർ അവിടെ നിന്ന് അവിടെ ആ ഒരു ഹാള് വിട്ട് പോവുകയാണ്. അപ്പോ ഈ ഒരു 3 days കോഴ്സിൽ ത്രിദിന ക്ലാസ്സിലേക്ക് വരുന്ന വ്യക്തികൾക്ക് A to Z RCMനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടും വളരെ ക്ലാരിറ്റിയോടുകൂടി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ
പറഞ്ഞു കൊടുക്കാനായിട്ട് സഹായിക്കും. അപ്പോ ചില പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ രാവിലത്തെ സെഷനിൽ ചിലപ്പോൾ ഹെൽത്തിനെ കുറിച്ചായിരിക്കും, ഉച്ച കഴിഞ്ഞുള്ള സെഷനിലായിരിക്കും നമ്മൾ ഇൻകം പ്ലാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 days കോഴ്സിന് 3 ദിവസം വരുമ്പോഴും അവിടെ ഇൻകം പ്ലാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, ഹെൽത്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. A to Z RCMന്റെ കാര്യങ്ങൾ ഈ 3 days കോഴ്സിൽ നമുക്ക് ആ വ്യക്തികളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അടുത്തൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ everyone who participates in a 3 days course will be able to make clear decision. അതായത് ഇന്ന് നമുക്കറിയാം നമ്മുടെ ത്രിദിന കോഴ്സിലേക്ക് ഒരുപാട് വ്യക്തികൾ വരും. ഈ വ്യക്തികൾക്ക് കുറെ ആളുകൾക്ക് ഒന്നും അറിയാൻ പാടില്ലാത്ത ആളുകൾ ഉണ്ടാവും. ഒരു കാര്യം അറിയാൻ, അതായത് എന്താണ് RCM എന്നോ അല്ലെങ്കിൽ കമ്പനി പ്രൊഫൈൽ എന്താണെന്നോ ഒന്നും അറിയാൻ പറ്റില്ല. RCMനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അതായത് എങ്ങനെയാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, പർച്ചേസ് വോളിയം എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ID ക്രിയേഷൻ എന്താണ്, ഇതൊന്നും അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു 3 ദിവസം ഈ വ്യക്തികൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. അതിൽ ക്രീമായിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ വ്യക്തികൾക്ക് RCMന്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കാൻ സഹായിക്കും. അതായത് RCMൽ എന്തൊക്കെയോ ഡൗട്ട് ഉണ്ടോ, ഒരുപാട് ഡൗട്ടുകൾ ആ വ്യക്തികൾക്ക് ഉണ്ടാവും. പക്ഷെ ഈ 3 ദിവസം നമ്മളുടെ മുന്നിലേക്ക് അവർ വന്നിരിക്കുമ്പോൾ അവർക്ക് ക്ലിയർ അവർക്ക് ഉള്ള സംശയങ്ങളെല്ലാരും നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നല്ലൊരു വ്യക്തിയാക്കി മാറ്റാനും അവർക്ക് RCMലുള്ള സംശയങ്ങൾ മാറ്റാനും ഈ ഒരു 3 ദിവസത്തെ ക്ലാസ് കൂടുതലായിട്ട് സഹായിക്കും. അടുത്തൊരു പോയിന്റ് ആണ്, ബിഗ് പ്രോഗ്രാം ഗിവ് us a motivation but 3 days evening courses give us a education. അതായത് നമ്മൾ വലിയ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യും അല്ലെ, വലിയ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ വീട്ടിലൊന്നും ഒരു 3-4 ദിവസം സ്റ്റാർ അച്ചീവേഴ്സിനല്ലോ കേട്ടോ, സ്റ്റാർ അച്ചീവേഴ്സ് ഒക്കെ വളരെ മോട്ടിവേറ്റ് ആണ്. പക്ഷെ പുതിയ ആളുകൾ ഒരു പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ച് അവർ ആ വലിയ പ്രോഗ്രാമിലേക്ക് വന്നു, അവർ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രോഗ്രാമിന്റെ കാര്യം മറക്കും. ആ മനസ്സിലുള്ള മോട്ടിവേഷൻസ് എല്ലാവരും അവരിൽ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ നമ്മളുടെ 3 days ഈവനിങ് കോഴ്സിലാണെങ്കിൽ ഈ ഒരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ്. വലിയ പ്രോഗ്രാം മോട്ടിവേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ 3 days ഈവനിങ് കോഴ്സ് നമുക്ക് കിട്ടുന്നത് എഡ്യൂക്കേഷൻ ആണ്, പഠിക്കാനുള്ള ഒരു അവസരം, RCMനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരമാണ്. അത് കൃത്യമായിട്ട് നമുക്ക് ആ 3 days കോഴ്സിൽ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ്, ഇഫ് വി ഗോ വിത്ത് ഫാമിലി, ദോസ് who came there will be also try to come with the family. സാധാരണ രീതിയിൽ ഞാൻ ആദ്യത്തെ ഒരു 3 days കോഴ്സ് കൊടുത്തത് ഞാൻ ഒറ്റയ്ക്കാണ് പോയിരുന്നത്, ഞാൻ ഒരാളുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അന്ന് അവിടെ കുറച്ച് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ ഫാമിലീസിനെ ഒന്നും അറ്റൻഡ് ചെയ്യിപ്പിച്ചില്ല. പക്ഷെ രണ്ടാമത്തെ അതായത് ലാസ്റ്റ് ഞാൻ കൊടുത്ത 3 ദിവസത്തെ 3 days കോഴ്സ് എന്ന് പറഞ്ഞാല് വിത്ത് ഫാമിലി, എന്റെ ഫാമിലിയോടൊപ്പമാണ് ഞാൻ പോയത്. ആ ഫാമിലിയോടൊപ്പം തന്നെ നിന്നിട്ടുള്ളൊരു പോസ്റ്റർ ഞാൻ തയ്യാറാക്കി, ഫാമിലിയോടൊപ്പം തന്നെ ഞാൻ വരുന്നെന്നുള്ളത് നേരെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ആളുകളും ഫാമിലിയോടൊപ്പം വരാൻ തീരുമാനിച്ചു. അന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ദിവസം ഞാൻ ഒരു 3 days കോഴ്സ് കൊടുത്തപ്പോൾ അവിടെ ഫാമിലി ഉണ്ടായിരുന്നില്ല. കാരണം 6 മണി തുടങ്ങി 9 വരെ സമയമാണ്. അവിടെ സ്ത്രീകൾക്ക് കൂടുതൽ വരാൻ പറ്റില്ല, ഒറ്റയ്ക്കാണെങ്കിൽ വരാൻ പറ്റൂല. പക്ഷെ ഏറ്റവും ലാസ്റ്റ് കൊടുത്ത പ്രോഗ്രാമിൽ ഏകദേശം ഒരു 3-4 ഫാമിലീസ് ഉൾപ്പെടെ വന്നു. അപ്പോൾ ഫാമിലീസ് ഉൾപ്പെടെ വന്നു കഴിഞ്ഞപ്പോൾ അതിലൊരു പ്രീത മാഡം, സന്തോഷ് സാർ ഉണ്ടായിരുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി. അപ്പോ ഈ ഒരു ഫാമിലിയോടൊപ്പം അവർ വന്നപ്പോ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അന്ന് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ 3 days കോഴ്സ് അറ്റൻഡ് ചെയ്ത എല്ലാ ആളുകളെയും ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ ഏത് പ്രോഗ്രാമിലേക്ക് വരാൻ അവർക്ക് തയ്യാറാണ്. ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ വീട്ടില് ഡിസ്പ്ലേ വാൾ ഇനാഗ്രേഷൻ ചെയ്തു. അതും വളരെ ഭംഗിയായിട്ട്. അപ്പോൾ ആളുകൾക്ക് ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ക്ലാസ്സിൽ നമുക്ക് ആളുകളെ നേരിട്ട് കാണാൻ സാധിക്കും, ആളുകളുടെ കണ്ണിലൂടെ നോക്കി അവരെ ഐ കോണ്ടാക്ട് ചെയ്തിട്ട് സംസാരിക്കാൻ സാധിക്കും. വലിയ പ്രോഗ്രാമിലൊന്നും അതൊന്നും ഒരിക്കലും സാധിക്കില്ല. 3 days കോഴ്സിൽ അല്ലെങ്കിൽ ഈവനിങ് ട്രെയിനിങ് ക്ലാസ്സിലേ ഇത് സാധിക്കുള്ളൂ. പിന്നെ ഫാമിലി ആയിട്ട്, പിന്നെ വലിയ പ്രോഗ്രാമുകൾക്ക് നമ്മൾക്ക് മോട്ടിവേഷൻ തരുന്ന 3 day കോഴ്സിൽ നമുക്ക് നല്ല അറിവുകളാണ് തരുന്നത്. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ്
ഞാനിപ്പോ നിങ്ങളോട് ഷെയർ ചെയ്ത് വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു ക്ലാസ് ആണ് ഈവനിങ് ട്രെയിനിങ് ക്ലാസ്. എന്താ പറയാ, ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സെൽഫ് കോൺഫിഡൻസും കൂടി വർദ്ധിക്കാൻ സാധിക്കും. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഫസ്റ്റ് തുടക്കത്തിൽ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് പേടിയായിരുന്നു. കാരണം ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, എങ്ങനെ കൊണ്ടുപോകും 3 days കോഴ്സ്. പക്ഷെ ഇപ്പോഴെനിക്കെന്ന് പറഞ്ഞാല് വളരെ കോൺഫിഡൻസ് ആണ് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും കൂടുതൽ കൂടുതൽ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കാനും. അതോടൊപ്പം തന്നെ ഇപ്പോ സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു ദിവസത്തെ ആ ഒരു 3 days ട്രെയിനിങ് ക്ലാസ്സിന് ശേഷം ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് സാർ എനിക്ക് ട്രെയിനിങ് കോഴ്സ് വേണം, ഒരു ട്രെയിനിങ് കോഴ്സ്. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് സ്റ്റാർ അച്ചീവേഴ്സ് ആണ് എല്ലാവരും. നിങ്ങൾ ഓരോ വ്യക്തികളും നമ്മളുടെ ടീമിൽ ട്രെയിനിങ് കോഴ്സുകൾ കൊടുക്കുക, ത്രിദിന കോഴ്സുകൾ കൊടുക്കുക, 1 day ട്രെയിനിങ്, ഈവനിങ് ട്രെയിനിങ് കൊടുക്കുക. വളരെ പ്രാധാന്യം നൽകുന്നതാണ് നമ്മുടെ ടീമിനെ വളരെ ഉയർച്ചയിലേക്ക് വളർത്താനും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഈ ഈവനിങ് ട്രെയിനിങ് കോഴ്സ് കിട്ടും. കാരണം ഞാൻ പഠിച്ചത് നമ്മളുടെ പ്രിയപ്പെട്ട ഗ്രേറ്റ് ഗുരുനാഥൻ ഗിരീഷ് സാറിൽ നിന്നാണ്. അപ്പോ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഇത് ക്ലാസ് കേട്ടിട്ട് അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഗിരീഷ് സാർ ഇവിടെ നിന്ന് പറയുന്ന കൂട്ട് തന്നെ തോന്നിയത്. അത് തന്നെയാണ് ഡ്യൂപ്ലിക്കേഷൻ. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. നമ്മൾ പണ്ട് കാലങ്ങളിൽ എന്താണ്, നമ്മൾ പണ്ട് കാലങ്ങളിൽ പഠിച്ചു, പക്ഷെ പഠിക്കുമ്പോൾ കോപ്പി അടിക്കാറുണ്ടല്ലേ. സാർമാരൊക്കെ നമ്മൾ കോപ്പി അടിക്കുമ്പോൾ എന്താണ് പറയാറ്, അവര് പിടിക്കും, നമ്മളെ പിടിച്ചിട്ട് ശിക്ഷ നൽകും. പക്ഷെ ഇന്ന് നമ്മൾ ഓരോ വ്യക്തികളും നമ്മളുടെ RCM കോപ്പി അടിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താ ലഭിക്കുന്നത്, നല്ല അച്ചീവ്മെന്റിലേക്ക് എത്താൻ സഹായിക്കും, നല്ല വരുമാനത്തിലേക്ക് എത്താൻ സഹായിക്കും. അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ഡയറക്ട് സെല്ലിങ്ങിലാണ് നമ്മൾ ഓരോ വ്യക്തികളും വന്നിരിക്കുന്നത്. നമ്മൾക്ക് ആരാണോ, നമ്മൾ ഓരോ വ്യക്തികൾക്കും ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന അല്ലെങ്കിൽ RCM എന്നൊരു സംവിധാനം നമ്മളുടെ കയ്യിലേക്ക് എത്തിച്ച ആ വ്യക്തി എന്ന് നമ്മൾ ഓർത്തുകൊണ്ട് തന്നെ അത് അവരെ എന്നും വണങ്ങി അവർക്ക് എന്നൊരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള ദിവസം. ഈവനിങ് ട്രെയിനിങ് കോഴ്സിലൂടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടി. നിങ്ങൾ മാക്സിമം എല്ലാവരും ഈവനിങ് കോഴ്സുകൾ എടുക്കുക. നമ്മൾ സ്റ്റാർ ആൻഡ് അച്ചീവേഴ്സ് ആണ്. നമ്മൾ ചെയ്യുക. നമ്മൾ ലീഡേഴ്സിനെ കൊണ്ട് ഇനി ചെയ്യിപ്പിക്കുന്ന ടൈം കഴിഞ്ഞു. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടീമിനെ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും. കൂടുതൽ ആളുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. എല്ലാവർക്കും RCMിലൂടെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരായിട്ടുള്ള ഗ്രേറ്റ് ഗുരുനാഥൻ ഡോക്ടർ രാജൻ സാറിനും അതേപോലെ ഗ്രേറ്റ് ഗുരുനാഥൻ ഗിരീഷ് സാറിനും നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മെന്റർ മൂർത്തി സാറിനും ഈ അവസരത്തിൽ ഞാൻ ഹൃദയത്തോടെ